നമുക്കിന്നേ ഒരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കിയാലോ? ഇത് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ മീൻകറിയാണേ. നല്ല ദശക്കട്ടിയുള്ള മീൻ വേണം. പിന്നെ 1 കപ്പ് തേങ്ങ, പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി. ഇനി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് അരച്ചു ചേർക്കുന്ന പ്രത്യേക മസാലക്കൂട്ട്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, പെരിഞ്ചീരകം, വെള്ളുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി വേണം. തേങ്ങ അരച്ചതിന്റെ 1/4 പാല് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി കറിയുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല ലൂസായിട്ട് തേങ്ങ അരച്ച് പാല് പിഴിഞ്ഞ് വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പൊ ഈ മസാലയാണ് നമ്മുടെ കറിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. അതിനൊരു ഫ്ലേവർ ഒക്കെ കൊടുക്കുന്ന, നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയന്റ്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ തക്കാളിയും ചെറുള്ളിയും 2 പച്ചമുളകും, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ട് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് വേണം നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള മസാലയുടെ പേസ്റ്റ് ചേർക്കാനായിട്ട്. അത് നന്നായി വഴറ്റിയെടുക്കണം. അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ ബാക്കിയുള്ള മസാലയുടെ കൂട്ടൊക്കെ ഒന്ന് ഇച്ചിരി ലൂസാക്കി വെള്ളമാക്കിയിട്ട് വെക്കുക. അത് നമുക്ക് കറിയിൽ ഒഴിക്കാനായിട്ട് ആവശ്യം വരും. അപ്പൊ ഈ മസാലക്കൂട്ടിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്ത ആ മണം മാറുന്ന ആ ഒരു സ്റ്റേജിൽ, അത് നമുക്കറിയാലോ, റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടില്ലേ, ആ വെള്ളം കൂടി ചേർത്തിട്ട് ഈ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മീനൊക്കെ ഇട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സ്റ്റേജിൽ പിന്നെ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് അതൊന്ന് തിളപ്പിക്കുക. അത് നന്നായി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരമൊന്നുമില്ല, നന്നായി മീൻ വേവുന്ന ആ ഒരു സ്റ്റേജ് വരുന്നിട്ട് തിളപ്പിക്കുക. നന്നായി കുറുകി വരും, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയമുണ്ട്. തീ വളരെ സ്ലോവിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ മീൻകറി റെഡിയായി. ആ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. മീൻകറി റെഡിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.